അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്താ മന്ത്രി ആലുവയിൽ സ്മാർട്ട് വില്ലേജ് കൂടി നമുക്ക് അനുവദിക്കണം. അൻവർ സാദത്ത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 26.5 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ച് നിർമ്മാണം പൂർത്തിയായ ആലുവ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. എംഎൽഎ അൻവർ സാദത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സൈജി ജോളി സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലിസി സെബാസ്റ്റ്യൻ, സെബ മുഹമ്മദ് അലി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജു മത്തായി, ജെർലി കപ്രശ്ശേരി, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM മൂസക്കുട്ടി, PP ജെയിംസ്, ലിസ ജോൺസൺ, ലളിത ഗണേശൻ, മിനി ബൈജു, വാർഡ് കൌൺസിലർ ശ്രീലത രാധാകൃഷ്ണൻ, ADM K മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തഹസിൽദാർ ടിജോ ഫ്രാൻസിസ് നന്ദി പ്രകാശിപ്പിച്ചു. ആലുവയ്ക്ക് പുതിയൊരു സ്മാർട്ട് വില്ലേജ് അനുവദിക്കണമെന്ന് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ MLA മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. അത്രമാത്രം വിവാദവും ജനങ്ങൾ ആഗ്രഹിച്ച പല വികലാംഗരായ ആളുകൾ ഒക്കെ മുകളിലേക്ക് 1ാം നിലയിലും 2ാം നിലയിലും 3ാം നിലയിലും സിവിൽ സപ്ലൈസിന്റെ ഓഫീസും ഒക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി വന്ന് പലപ്പോഴും പല പ്രയാസം ഉണ്ടാകുന്നു. ഫണ്ട് ആദ്യം അനുവദിച്ചപ്പോൾ കുറച്ചേരം സാങ്കേതിക പ്രശ്നങ്ങൾ നീണ്ടുപോയി. പിന്നെ അത് ഒരുവണ്ണം ക്യാൻസലായി. പിന്നെ വീണ്ടും അതിന്റെ പുറകെ നിന്ന് സാങ്ഷനൊക്കെ മേടിച്ച് ഏകദേശം 24 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ലിഫ്റ്റിൽ ചെലവഴിച്ചത്. നല്ല ലിഫ്റ്റാണ്. അപ്പൊ അത് ഭയങ്കരമായി ഇവിടെയുള്ള ആളുകൾക്ക് ഗുണകരമായി മാറുകയാണെന്ന് ശ്രമിച്ചു. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്താ മന്ത്രി ആലുവയിൽ സ്മാർട്ട് വില്ലേജ് കൂടി നമുക്ക് അനുവദിക്കണം. ഏതാ സ്മാർട്ട് വില്ലേജ് ആലുവയിൽ അനുവദിക്കണം. പിന്നെയും MLAയുടെ ആവശ്യം പരിഗണിച്ച് ആലുവയ്ക്ക് പുതിയൊരു സ്മാർട്ട് വില്ലേജ് അനുവദിക്കുമെന്നും ആലുവയുടെ വികസന കാര്യത്തിൽ ഏറ്റവും താൽപര്യത്തോടെ ആവശ്യമായ ഇടപെടലുകൾ നടത്തി പദ്ധതികൾ അനുവദിച്ച് നടപ്പിലാക്കുന്ന MLAയാണ് അൻവർ സാദത്തെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഏതായാലും ലിഫ്റ്റ് 25 ലക്ഷം, ഇനി ഞങ്ങൾ മറ്റൊന്ന് താലൂക്ക് ഓഫീസിലേക്ക് തഹസിൽദാർ ഉൾപ്പെടെ ചില കാര്യങ്ങൾ 5 ലക്ഷത്തിന്റെ ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിനോട് MLA ഫണ്ടിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഗവൺമെന്റിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട MLA ഫണ്ടൊക്കെ ഡിപ്പാർട്ട്മെന്റിന് നൽകിക്കൊണ്ട് സഹായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ട സ്മാർട്ട് വില്ലേജ്, തീർച്ചയായിട്ടും സ്മാർട്ട് വില്ലേജ് ഈ വർഷം തന്നെ ഒരു സ്മാർട്ട് വില്ലേജ് അത് അനുവദിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ന്യൂസ് ആലുവ.